ഞാനൊരു ഹിന്ദുവാണ്. 18 ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എനിക്ക് അമ്മ മാതാവ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു ജോലി തന്ന് എന്നെ സഹായിച്ച് ഞാൻ അതിനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് 5 വർഷമായിട്ട് ഞാൻ ആ ജോലി അവിടെ തന്നെ സ്ഥിരമായി ജോലി ചെയ്യുന്നു. ആ ജോലിയുടെ വരുമാനം കൊണ്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തും. 2022 നവംബറിൽ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പം എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഏജൻസിക്ക് കൊടുത്തപ്പം ഞാൻ MBA പഠിച്ചതാണ്. അപ്പം ആപ്ലിക്കേഷൻ കൊടുത്തപ്പം അവർ എന്നോട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചു. പക്ഷേ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. ഞാൻ സെയിം കോളേജിൽ തന്നെയാണ് എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തത്. പക്ഷേ 2 യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ എങ്ങും ജോലി സ്ഥലത്ത് ചെന്നിടത്തൊന്നും എല്ലായിടത്തും എൻ്റെ MBA സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ആരും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല. ഞാനത് എടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം 2022 ഞാൻ ഏജൻസിയിൽ ചെന്നപ്പോൾ അവർക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. അത് വെച്ച് അവർക്ക് എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മീററ്റ് യൂണിവേഴ്സിറ്റി UPയിലുള്ള മീററ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പം 20 വർഷമായി ഓൾമോസ്റ്റ് ഞാൻ അവിടെ ചെല്ലാതെ എങ്ങനെ എനിക്ക് യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഒരു കാരണവശാലും ആ ഡിഗ്രി ഞാൻ അവിടെ ചെല്ലാതെ തരില്ലെന്ന്. എനിക്ക് ഇത്രയും ദൂരെ പോയി എനിക്ക് അത്രയും ലീവും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ പെട്ടെന്ന് അവിടെ ഉള്ളൊരു ആളിനെ എൻ്റെ പെട്ടെന്ന് എൻ്റെ അവിടെ പരിചയമുള്ള ഒരു അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ച് ആരെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പരിചയമുണ്ടോ? പുള്ളി പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് പറയാം, പക്ഷെ ഉറപ്പില്ല, അവർ ഡിഗ്രി നിങ്ങൾ വന്നാലേ ബൈ ഹാൻഡ് തരുവുള്ളൂ. അമ്മേൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ എങ്ങനെ പോകും. പക്ഷേ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെല്ലാതെ തന്നെ അതിന് എൻ്റെ കോളേജിൽ നിന്നൊരു പേപ്പർ വേണമായിരുന്നു. അതിനും അമ്മ അവിടെ പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ ഒരു സാറിൻ്റെ നമ്പർ തന്ന് ആ സാർ വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കി എൻ്റെ ആ ഫ്രണ്ട് അവിടെ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത് എനിക്ക് 1 മാസത്തിനകം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടി. എനിക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അത് വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണെന്ന് വെച്ചാൽ 20 വർഷമായിട്ട് അതും അങ്ങനെ ഒരു UPയിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുക, നമ്മൾ പോകാതെ എന്നെ വലിയൊരു കാര്യം അമ്മ എനിക്ക് നേടിത്തന്നത്. രണ്ടാമത്തേത് എനിക്ക് പുറത്തേക്ക് പോകാൻ സാമ്പത്തികം വേണമായിരുന്നു. എനിക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ബാലൻസ് ആയിട്ട് വേറൊന്നുമില്ല. പക്ഷേ എൻ്റെ വസ്തു അത് എൻ്റെയും എൻ്റെ അമ്മാവൻ്റെയും പേരിലായിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് അത് തർക്കത്തിലാണ്. അത് എനിക്ക് വിൽക്കാനോ അത് വെച്ച് ലോൺ എടുക്കാനോ ഒന്നും സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ 2 പേരുടെ പേരിലും കിടക്കുന്നുണ്ട്. പോകാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നിയോഗം വെച്ചായിരുന്നു എനിക്ക് സാമ്പത്തികം കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് സംസാരിച്ചപ്പം പുള്ളി അത് മേടിക്കാനായിട്ട് സമ്മതിക്കുകയും ആദ്യമൊക്കെ പുള്ളി ഒരുപാട് കുറച്ച് വിലയാണ് പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ വെറും 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അങ്ങനെ തർക്കത്തിൽ നിൽക്കുമായിരുന്നു. പക്ഷേ എന്തോ ഇവിടെ നിയോഗം വെച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പം പുള്ളിക്ക് ഞാനൊരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി മേടിച്ചത്. അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് ആ വസ്തുവിന് 25 ലക്ഷം രൂപ എനിക്ക് തന്ന് അതുകൊണ്ട് എനിക്ക് എൻ്റെ വിസ ആപ്ലിക്കേഷന് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റി. ഞാൻ മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോകാൻ ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള വിസ ആപ്ലിക്കേഷൻ ഞാൻ 23 മാർച്ചിൽ സബ്മിറ്റ് ചെയ്തു. എല്ലാ പേപ്പർ വർക്കും പെട്ടെന്ന് അവർ ചെയ്തു. ഞാൻ പേയ്മെൻറ്റും ചെയ്തു. എൻ്റെ മെയ് 1st വീക്കിൽ എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ്, എൻ്റെ സ്പോൺസർഷിപ്പും എല്ലാം വന്ന് വിസ അപ്പോയിൻമെൻറ്റ് എനിക്ക് ഡേറ്റ് കിട്ടി. ഒരു തടസ്സവും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. 100% ഷുവറായിരുന്നു എനിക്ക് വിസ കിട്ടുമെന്ന്. പക്ഷേ 10 ദിവസത്തിനകം എനിക്ക് മെയിൽ വന്നു, എൻ്റെ വിസ റിജക്റ്റായി. എൻ്റെ സ്പോൺസർഷിപ്പിലെ സാലറി UK അവിടത്തേക്കുള്ള സാലറിയുടെ ബേസിലല്ല എന്നുള്ളത്. ഏജൻസിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇത് വെറും 10 ദിവസം അല്ല 20 ദിവസം കൊണ്ട് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഓരോ ദിവസങ്ങൾ പോയി തന്ന സ്പോൺസർഷിപ്പുകാർ അവർ പറഞ്ഞു അവർക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ പിന്നെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും കൊടുക്കാൻ തുടങ്ങി. എല്ലാ മാസവും 1-2 ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ആരും സ്പോൺസർഷിപ്പ് തരാൻ മുന്നോട്ട് വന്നില്ല. എനിക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് അത് റിജക്റ്റ്. മെയ് എൻ്റെ വിസ റിജക്റ്റ് ആയ അന്ന് മുതൽ ഞാൻ
ഈ ഈ നിമിഷം വരെ എല്ലാ ആഴ്ചയിലും ഞാൻ മുടങ്ങാതെ ഇവിടെ വരുമായിരുന്നു. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് എല്ലാ ശനിയാഴ്ച രാവിലെ ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ ആരുമില്ല. ഞാൻ ഇത്രയും പൈസ കൊടുത്തു, എൻ്റെ വിസ എന്തുകൊണ്ടല്ല, എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് ശരിയാവാത്ത എന്ത്. ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ സാക്ഷ്യം പറയുന്ന കേൾക്കും. അത് കഴിഞ്ഞ് സിസ്റ്റർ ആ സാക്ഷ്യത്തിൻ്റെ ഇതിലായിട്ട് വചനങ്ങൾ പറയും. അത് ഒരുപാട് മോട്ടിവേഷൻ എനിക്ക് തരുമായിരുന്നു. ഇല്ല, സാരമില്ല, സമയമാകുമ്പോൾ എനിക്ക് ശരിയാക്കി തരും, എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ എന്നും ഇവിടുന്ന് അമ്മയുടെ അടുത്ത് കരയും. ഒരുപാട് കരഞ്ഞിട്ടാണ് ഇവിടുന്ന് ഞാൻ പോകുന്നത്. പക്ഷേ എന്നാലും ഇല്ല, എനിക്ക് കിട്ടും, എൻ്റെ പൈസ പോവില്ല, ഒരിക്കലും അമ്മ അതിനൊരിട വരുത്തില്ല എന്നൊരു ഉറപ്പോടെയാണ് ഞാൻ എന്നും പോകുന്നത്. അങ്ങനെ ഡിസംബറിൽ സ്പോൺസർഷിപ്പ് ഏജൻസി പറഞ്ഞ് ഇപ്പം ഒട്ടും അവിടുന്ന് തരുന്നില്ല. അവിടെ ഈ ഇലക്ഷനും ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ, കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്തോ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്ത അവിടുന്ന് പെട്ടെന്ന് അവർ പറഞ്ഞു ഒരു ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴെല്ലാം ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇൻ്റർവ്യൂ എല്ലാം ഓക്കെ, എപ്പോഴും ഓക്കെ ആവും. ലാസ്റ്റ് അവർ ഇൻ്റർവ്യൂ എടുത്തപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഓക്കെ വി വിൽ മീറ്റ് ഹിയർ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് പറഞ്ഞു എനിക്ക് ഇത് കിട്ടുമോ, ഇവനെന്ത് ബേസിലാണ് എന്നോട് പറഞ്ഞേ. ഓക്കെ, സൂൺ യു വിൽ ബി കമ്മിങ് ഹിയർ ആൻഡ് വി വിൽ ഗോയിങ് ടു മീറ്റ് വെരി സൂൺ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടി. ഡിസംബർ 28 എൻ്റെ സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടി. ജനുവരി 15 എൻ്റെ വിസ ആപ്ലിക്കേഷൻ. ഞാൻ എൻ്റെ പാസ്പോർട്ട് അമ്മ മാതാവിൻ്റെ ഇവിടെ എത്തി. ഞാൻ അൾത്താരെ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പാസ്പോർട്ട് വിസ ഇല്ലാതെ വരരുത്, എൻ്റെ വിസ റിജക്റ്റ് ആവരുതിനി. ഞാൻ അങ്ങനെ പോയി അപ്പോയിൻമെൻറ്റ് കൊടുത്തു. 10 ദിവസം ഇല്ല, വെറും 4 ദിവസം കൊണ്ട് എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ വിസ അപ്രൂവ് ആയെന്ന്.